നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവത്തിന് സാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ടോ? അന്റാർട്ടിക്കയുടെ മഞ്ഞുപാളികൾക്കിടയിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു വലിയ കാടും ചൂടുകൂടിയ ഒരു മരുപ്പച്ചയും നിങ്ങൾ കണ്ടതായി ചിന്തിക്കുക. അല്ലെങ്കിൽ സഹാറ മരുഭൂമി ഒരു രാത്രി കൊണ്ട് വളരെ കട്ടിയുള്ള മഞ്ഞുപാളികളാൽ മൂടപ്പെടുന്നു. എന്നാൽ ഭൂമിയിലെ മറ്റൊരിടത്തും കാലാവസ്ഥയ്ക്ക് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നതുമില്ല. ഇതിലും വിചിത്രമായി മറ്റൊരു കാര്യം ചിന്തിക്കൂ. നിങ്ങളുടെ വളർത്തുമൃഗം പെട്ടെന്ന് മനുഷ്യനെ പോലെ ചിന്തിക്കുകയും ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ അസാധ്യമാണ് എന്ന് തോന്നുന്നുണ്ട്, അല്ലേ? പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത്രയും അസാധാരണമായി തോന്നുന്ന സംഭവങ്ങളെക്കാൾ അത്ഭുതകരമായ കാര്യങ്ങൾ ഒരിക്കൽ നമ്മുടെ സ്വന്തം ഗ്രഹത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. സൂര്യൻ ഇന്നത്തേതിനേക്കാൾ തണുത്ത കാലത്തും ഭൂമിയിൽ സമുദ്രങ്ങൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഒരു കാലത്ത് നമ്മുടെ ഗ്രഹം മുഴുവനും ഒരു ഭീമൻ മഞ്ഞുപന്തായി മാറിയിരുന്നു. അതിനു പിന്നാലെ കോടാനുകോടി വർഷങ്ങളായി നിശ്ചലമായി കിടന്നിരുന്ന ജീവൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച പോലെ വൈവിധ്യത്തിലേക്ക് വളർന്നു. ഇത് വെറും സയൻസ് ഫിക്ഷൻ കഥയല്ല. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും ഇന്നും പൂർണ്ണമായി പരിഹരിക്കപ്പെടാത്തതുമായ 3 മഹാരഹസ്യങ്ങളാണ്. ശാസ്ത്രജ്ഞന്മാരെ ഇന്നും ആശയക്കുഴപ്പത്തിലാക്കുന്ന ആ മഹാരഹസ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ ഒരു നിമിഷം സങ്കല്പിക്കൂ. നമ്മുടെ അയൽനക്ഷത്ര സമൂഹത്തിൽ ഭൂമിയെപ്പോലെ തന്നെ ഉയർന്ന സാങ്കേതിക വിദ്യ കൈവരിച്ച ഒരു ബുദ്ധിമാനായ നാഗരികത നിലനിൽക്കുന്നുണ്ട് എന്ന്. അവിടെയുള്ള ശാസ്ത്രജ്ഞർ അതിശക്തമായ ഒരു ദൂരദർശിനിയിലൂടെ നമ്മുടെ സൗരയൂഥത്തെ നിരീക്ഷിക്കുകയാണ്. അവർ 3ാമത്തെ ഗ്രഹമായ ഭൂമിയെ കണ്ടെത്തുന്നു. ആദ്യ നോട്ടത്തിൽ അവർ അതിയായി ആവേശത്തിലാകും. ഇത് നമ്മുടേതുപോലെ തന്നെയുള്ള മറ്റൊരു ലോകമാണ് എന്ന് അവർ ചിന്തിക്കും. എന്നാൽ കൂടുതൽ കണക്കുകൂട്ടലുകൾ നടത്തിയ ശേഷം അവർ തീർത്തും വ്യത്യസ്തമായ നിഗമനത്തിലായിരിക്കും എത്തിച്ചേരുക. ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയില്ല. അതെന്തുകൊണ്ടാണ്? കാരണം അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും അനുസരിച്ച് ഭൂമി വാസയോഗ്യമായ മേഖലയ്ക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാസയോഗ്യമായ മേഖല എന്നത് ഒരു നക്ഷത്രത്തിന് ചുറ്റിലുമുള്ള അത്തരമൊരു ഭ്രമണപഥ മേഖലയാണ്. അവിടെ ദ്രവജലം നിലനിൽക്കുവാൻ ആവശ്യമായ താപനില ലഭ്യമായിരിക്കും. ഗ്രഹം നക്ഷത്രത്തിൽ നിന്ന് വളരെ അകലെയാണെങ്കിൽ വെള്ളം മുഴുവൻ മരവിച്ചു പോകും. വളരെ അടുത്താണെങ്കിൽ അത് മുഴുവൻ ബാഷ്പമായി മാറും. ഈ 2 അതിരുകൾക്കുമിടയിലുള്ള പ്രദേശത്തെയാണ് വാസയോഗ്യ മേഖല അഥവാ ഹാബിറ്റബിൾ സോൺ എന്ന് വിളിക്കുന്നത്. ദ്രവജലം ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അന്യഗ്രഹ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഭൂമിയെ വാസയോഗ്യ മേഖലയ്ക്ക് പുറത്താണ് എന്ന് കണ്ടെത്താൻ കാരണമെന്തായിരിക്കും? അവർ സൂര്യൻ്റെ പ്രകാശ തീവ്രതയും ഭൂമിയിലേക്കുള്ള ദൂരവും കണക്കാക്കിയപ്പോൾ ഇവ ഭൂമി ഒരു ജീവനറ്റ മഞ്ഞുമൂടിയ ലോകമായിരിക്കേണ്ടതായിരുന്നു എന്ന നിഗമനത്തിലെത്തിയേനെ. 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൂര്യൻ ഇന്നത്തേതിനേക്കാൾ ഏകദേശം 30% കുറഞ്ഞ പ്രകാശം മാത്രമാണ് പുറപ്പെടുവിച്ചിരുന്നത്. ഇന്ന് പെട്ടെന്ന് സൂര്യൻ്റെ തിളക്കം അത്രത്തോളം കുറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഏതാണ്ട് പൂർണ്ണമായും മരവിച്ചു പോകും. അപ്പോൾ ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾ തെറ്റാണോ? അല്ല. കാരണം ആ കാലഘട്ടത്തിലോ അതിനു മുൻപോ തന്നെ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചതായി നമുക്ക് ഉറപ്പുള്ള തെളിവുകളുണ്ട്. അതുപോലെ അന്ന് ഭൂമിയിൽ ധാരാളം ദ്രവജലമുണ്ടായിരുന്നു എന്നും നമുക്കറിയാം. ഈ വെള്ളം കിലോമീറ്ററുകൾ കട്ടിയുള്ള മഞ്ഞുപാളികൾക്കടിയിലായിരുന്നില്ല. അത് ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ സ്വതന്ത്രമായി നിലനിന്നിരുന്നു. മാത്രമല്ല അന്നത്തെ ചൊവ്വയിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. സൂര്യനിൽ നിന്നും ഭൂമിയേക്കാൾ വളരെ അകലെ ആയിരുന്നിട്ടും വളരെ കുറച്ച് സൗരോർജ്ജം മാത്രമാണ് ലഭിച്ചിരുന്നു. എന്നിട്ടും അവിടെയും ദ്രവജലത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവുകളുണ്ട്. അപ്പോൾ തെറ്റ് എവിടെയാണ് സംഭവിച്ചത്? സൂര്യൻ ശരിക്കും തണുത്തതായിരുന്നു, ഭൂമി ശരിക്കും ചൂടുള്ളതായിരുന്നു. ഇതൊരു കണക്ക് പിശകാണോ? ശാസ്ത്രലോകം ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിരോധാഭാസമാണിത്. ഈ ശാസ്ത്രീയ വിരോധാഭാസത്തിന് നൽകിയിരിക്കുന്ന പേരാണ് മങ്ങിയ യുവ സൂര്യൻ്റെ വിരോധാഭാസം, ഫെയിൻ യങ് സൺ പാരഡോക്സ്. 1973 ഈ പ്രശ്നത്തിന് ആദ്യമായി ഗൗരവമായി ശ്രദ്ധ ലഭിച്ചു. കാൾ സാഗനും ജോർജ് മുള്ളനും ചേർന്ന് ഈ പസിലിന് സാധ്യതയുള്ള ചില വിശദാംശങ്ങൾ മുന്നോട്ട് വെച്ചു. അവർക്ക് ശേഷം നിരവധി ശാസ്ത്രജ്ഞർ ഈ ഗവേഷണത്തിൽ പങ്കുചേർന്നു. അങ്ങനെ ഈ വിരോധാഭാസത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള അനുമാനങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു. അതെ, അവയിൽ പലതും വളരെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ അവയിൽ ഒന്നിനും
ഈ പ്രശ്നത്തിന് സമഗ്രവും പൂർണ്ണവുമായൊരു വിശദീകരണം നൽകുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഏറ്റവും പ്രായോഗികവും വിശ്വസനീയവുമായ ചില സിദ്ധാന്തങ്ങൾ നോക്കാം. അതിനുശേഷം ഈ ശാസ്ത്രീയ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നും കാണാം. ആദ്യകാലത്ത് മുന്നോട്ട് വെച്ച പ്രധാന സിദ്ധാന്തങ്ങളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു: പുരാതന ഭൂമിയെ ചന്ദ്രനാണ് ചൂടാക്കിയത് എന്ന്. തീർച്ചയായും അതിൻ്റെ അർത്ഥം അന്നത്തെ ചന്ദ്രൻ സൂര്യനെ പോലെ ചൂട് പുറപ്പെടുവിച്ചിരുന്നു എന്നതല്ല. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ രൂപീകരണത്തിന് തൊട്ടു പിന്നാലെ ചന്ദ്രൻ ഇന്നുള്ളതിനേക്കാൾ ഭൂമിയോട് വളരെയേറെ അടുത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അന്ന് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം 22,500 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു. ഇന്നുള്ളതിനേക്കാൾ ഏകദേശം 20 മടങ്ങ് അടുത്ത്. അതിശയകരമെന്ന് പറയട്ടെ, ഇന്ന് ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹങ്ങളുടെ ഉയരത്തേക്കാൾ പോലും വളരെയേറെ അടുത്ത്. അന്നു മുതൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഓരോ വർഷവും ഏകദേശം 3.78 സെൻറ്റിമീറ്റർ വീതം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നഖങ്ങൾ വളരുന്ന ഏകദേശ വേഗതയിൽ. ജീവൻ ഭൂമിയിൽ രൂപപ്പെട്ട കാലത്ത് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം 20,000 കിലോമീറ്റർ മാത്രം അകലത്തിലായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഇത്രയും അടുത്തായതിനാൽ അതിൻ്റെ ഗുരുത്വാകർഷണ സ്വാധീനം ഇന്നുള്ളതിനേക്കാൾ വളരെ ശക്തമായിരുന്നു. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം സമുദ്രങ്ങളിലെ വമ്പിച്ച ജലപിണ്ഡത്തെ ആകർഷിക്കുന്നതിനാൽ വെള്ളം തീരങ്ങളിൽ നിന്നും പിൻവലിയുകയും എന്നാൽ പിന്നീട് തിരികെ വരികയും ചെയ്യുന്ന വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ചന്ദ്രൻ വെള്ളത്തെ മാത്രമല്ല ആകർഷിക്കുന്നത്. പർവ്വതങ്ങൾ, സമതലങ്ങൾ, ഭൂമിയുടെ ആന്തരിക ശിലാപാളികൾ ഇതെല്ലാം അതിൻ്റെ ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനത്തിൽ പെടുന്നു. വെള്ളം ദ്രാവകമായതിനാൽ അതിൻ്റെ ചലനം നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. പക്ഷേ ഖരശിലകളിലും വളരെ സൂക്ഷ്മമായ രൂപഭേദങ്ങളും സമ്മർദ്ദങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവ കണ്ണുകൊണ്ട് കാണുവാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ യുവസൗരയൂഥത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ തുടർച്ചയായ രൂപഭേദങ്ങൾ ശിലാപാളികൾക്കിടയിൽ ഘർഷണം സൃഷ്ടിക്കുകയും അതിലൂടെ ചൂട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഈ അധിക ചൂട് ഭൂമിയുടെ ശരാശരി താപനിലയിൽ ഏകദേശം ഡിഗ്രികളുടെ വർധനത്തിന് കാരണമായിരിക്കാം. എന്നാൽ പിന്നീട് നടത്തിയ കണക്കുകൂട്ടലുകൾ ഈ കാര്യം വ്യക്തമാക്കി. ഈ വേലിയേറ്റ ചൂട് മാത്രം ഭൂമിയെ ആവശ്യമായ അത്ര ചൂടാക്കി നിലനിർത്തുവാൻ പര്യാപ്തമായിരുന്നില്ല. അതിനാൽ ഈ സിദ്ധാന്തം മാത്രം മതിയായ വിശദീകരണവുമായിരുന്നില്ല. ഈ സിദ്ധാന്തത്തിൽ നിന്നാണ് മറ്റൊരാശയം രൂപം കൊണ്ടത്. ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ഇന്നത്തേതിനെ പോലെ തന്നെ ആയിരുന്നു എന്ന് നാം ഉറപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ചന്ദ്രൻ ഒരിക്കൽ ഭൂമിയോട് ഇത്രയും അടുത്തായിരുന്നു എങ്കിൽ ഭൂമിയും ഒരിക്കൽ സൂര്യനോട് അത്ര കണ്ട് അടുത്തായിരിക്കേണ്ടതല്ലേ? ശാസ്ത്രജ്ഞർ ഈ സാധ്യതയും ഗൗരവമായി പരിഗണിച്ചു. എന്നാൽ ഈ സിദ്ധാന്തത്തിനും വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഭൂമി അന്ന് സൂര്യനോട് കൂടുതൽ അടുത്തായിരുന്നു എന്ന് കരുതിയാലും അതേ കാലഘട്ടത്തിൽ ചൊവ്വയിൽ ദ്രാവകജലം നിലനിന്നിരുന്നു എന്ന വസ്തുതയെ അത് വിശദീകരിക്കുവാൻ കഴിയുന്നതല്ല. കാരണം ചൊവ്വ ഭൂമിയേക്കാൾ വളരെ അകലെയായിരുന്നു. അവിടെ വെള്ളം മുഴുവൻ മരവിച്ചിരിക്കേണ്ടതായിരുന്നു. എന്നിരുന്നാലും ചുവന്ന ഗ്രഹത്തിൽ ഒരു കാലത്ത് ഭൂമിയിലെ ആർട്ടിക് സമുദ്രത്തിന് സമാനമായ വിസ്തീർണമുള്ള ഒരു വലിയ സമുദ്രമുണ്ടായിരുന്നു എന്ന തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ ജലവ്യവസ്ഥ അതിൻ്റെ ഉന്നതിയിലെത്തിയിരുന്നതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ സിദ്ധാന്തം യഥാർത്ഥമായി പൊരുത്തപ്പെടുന്നില്ല. മറ്റൊരു വിശദീകരണം പറയുന്നത് ഇങ്ങനെയാണ്: അന്നത്തെ സൂര്യൻ ഇന്നത്തേതിനേക്കാൾ തണുത്തതായിരുന്നു എങ്കിലും അതിൻ്റെ പ്രവർത്തനക്ഷമത വളരെ കൂടുതലായിരുന്നു. ഇവിടെ യാതൊരു വൈരുദ്ധ്യവുമില്ല. സൂര്യൻ്റെ പ്രകാശ തീവ്രത ഏകദേശം 30% കുറവായിരുന്നു എങ്കിലും അത് വളരെ വേഗതയിൽ ദ്രവ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. വളരെ ശക്തമായ സൗരജ്വാലകളും അതിശക്തമായ സൗരവാതകവും അന്നത്തെ സൂര്യൻ്റെ പ്രത്യേകതകളായിരുന്നു. സൗരവാതകം എന്നത് പ്രകാശമല്ല, സൂര്യനിൽ നിന്നും അതിവേഗതയിൽ പുറന്തള്ളപ്പെടുന്ന ഊർജ്ജസമ്പന്നമായ കണികകളുടെ പ്രവാഹമാണ് അത്. ഈ പ്രക്രിയയിലൂടെ സൂര്യന് തൻ്റെ ആകെ പിണ്ഡത്തിൻ്റെ ഏകദേശം 5 മുതൽ 6% വരെ നഷ്ടമായിരിക്കാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ഉയർന്ന ഊർജ്ജമുള്ള കണികകൾ ഭൂമിയുടെയും ചൊവ്വയുടെയും അന്തരീക്ഷവുമായി ഇടപഴകി അധിക ചൂട് സൃഷ്ടിച്ചിരിക്കാം എന്നും കരുതപ്പെടുന്നു. എന്നാൽ ഇതും ഭൂമിയെയും ചൊവ്വയെയും ആവശ്യമായ അത്രം ചൂടാക്കി നിലനിർത്തുവാൻ പര്യാപ്തമായിരുന്നില്ല. ഈ സിദ്ധാന്തങ്ങളും പര്യാപ്തമല്ല എന്ന് വ്യക്തമായതോടെ ശാസ്ത്രജ്ഞർ കൂടുതൽ പുതിയ വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങി. അവയിൽ ചിലത് അത്യന്തം വിചിത്രമായിരുന്നു. ചിലർ കോസ്മിക് വികിരണങ്ങളെ കാരണമായി ചൂണ്ടിക്കാട്ടി. മറ്റു ചിലർ അതിലും ധീരമായ ഒരു ആശയം അവതരിപ്പിച്ചു: ഗയാ സിദ്ധാന്തം. ഈ സിദ്ധാന്തം അനുസരിച്ച് ഭൂമി ഒരു സാധാരണ ഗ്രഹമല്ല, മറിച്ച് അതൊരു മഹത്തായ ഒറ്റ സൂപ്പർ ഓർഗാനിസമാണ്. ഈ മഹാജീവിയുടെ ഓരോ ഘട്ടങ്ങളുമാണ്
ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും സൂക്ഷ്മജീവികളും സമുദ്രവും വനങ്ങളും അന്തരീക്ഷവുമെല്ലാം ഇവയെല്ലാം ചേർന്നാണ് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർണ സംവിധാനം രൂപപ്പെടുന്നത്. ഈ സംവിധാനത്തിന് ഗ്രഹത്തിൻ്റെ കാലാവസ്ഥയെ ജീവന് ഏറ്റവും അനുയോജ്യമായ നിലയിൽ നിലനിർത്താനുള്ള കഴിവുണ്ടാകാമെന്നാണ് ഈ ആശയം. ആദ്യ നോട്ടത്തിൽ ഇതൊരു റൊമാൻറ്റിക് സങ്കല്പം പോലെ തോന്നാം. എന്നാൽ ഇത് മുന്നോട്ട് വെച്ചത് ഒരു സാങ്കല്പിക എഴുത്തുകാരനല്ല, ജെയിംസ് ലവ്ലോക്ക് എന്ന പ്രശസ്ത ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു വൈദ്യൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, ഭാവി ശാസ്ത്രജ്ഞൻ, സ്വതന്ത്ര ഗവേഷകൻ എന്നിവയെല്ലാമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബഹുമതികൾ നേടിയ വ്യക്തിത്വം, റോയൽ സൊസൈറ്റി അംഗത്വവും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ ശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സംഭാവനകളുടെ മഹത്വം ഉണ്ടായിരുന്നിട്ടും ഗയാ സിദ്ധാന്തം വ്യാപകമായി വിമർശനങ്ങൾക്ക് വിധേയമായി. കാരണം അദ്ദേഹത്തിന് അതിനെ ഒരിക്കലും വ്യക്തമായി പരീക്ഷിക്കുവാനോ തെളിയിക്കുവാനോ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിദ്ധാന്തം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതുമില്ല. അവസാനം ശാസ്ത്രലോകം കൂടുതൽ യുക്തിസഹമായൊരു വിശദീകരണത്തിലേക്കെത്തി. വളരെ ലളിതവും വ്യക്തവുമായ ഒരാശയം: ഹരിതഗ്രഹപ്രവാഹം. അതെ, ഇന്ന് പരിസ്ഥിതി പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്ന അതേ ഹരിതഗ്രഹവാതകങ്ങൾ തന്നെയാണ്. ഏറെക്കാലം മുമ്പ് അവ ഭൂമിക്ക് ഒരു വലിയ ചൂടുള്ള പുതപ്പ് പോലെ പ്രവർത്തിച്ചിരിക്കാം. പുരാതന ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇന്നുള്ളതിനേക്കാൾ വളരെ കൂടുതലായി കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നും ലഭിച്ച ചൂടിൻ്റെ വലിയൊരു ഭാഗം അന്തരീക്ഷത്തിൽ തന്നെ കുടുക്കി വെച്ചു. അതുവഴി സൂര്യൻ്റെ കുറഞ്ഞ പ്രകാശം ഉണ്ടായിരുന്നിട്ടും ഭൂമിയിലെ താപനില ദ്രാവക ജലം നിലനിർത്തുവാൻ ആവശ്യമായ തോതിൽ തുടർന്നിരിക്കാം. ഈ വിശദീകരണം ചൊവ്വയെയും കുറച്ചെങ്കിലും മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. കാരണം അന്നത്തെ ചൊവ്വയിലും അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. അതിനാൽ അവിടെയും ഹരിതഗ്രഹവാതകങ്ങളുടെ കുറവുണ്ടായിരുന്നില്ല. മറ്റ് സിദ്ധാന്തങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുവാനും കഴിയില്ല. പക്ഷേ അവയെല്ലാം പ്രധാന കാരണങ്ങളല്ല, മറിച്ച് ഈ പ്രധാന ഘടകത്തെ ശക്തിപ്പെടുത്തുന്ന അനുബന്ധ കാരണങ്ങളായിരിക്കാം എന്നാണ് മിക്ക ശാസ്ത്രജ്ഞരും കരുതുന്നത്. ഈ കഥയ്ക്ക് മറ്റൊരു അത്ഭുതകരമായ വശവുമുണ്ട്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ സൂര്യൻ ഇന്നത്തേതുപോലെ തന്നെ തിളക്കമുള്ളതായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ അന്നും ഉണ്ടായിരുന്നേനെ. അതായത് ഹരിതഗ്രഹവാതകങ്ങളും വലിയ അളവിൽ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേർന്നേനെ. എന്നാൽ അതിനോടൊപ്പം കൂടുതൽ ശക്തമായ സൂര്യപ്രകാശവും ലഭിച്ചിരുന്നുവെങ്കിൽ ഭൂമിയുടെ താപനില നിയന്ത്രിക്കാനാകാത്ത നിലയിലേക്ക് ഉയർന്നു പോയേനെ. സമുദ്രങ്ങൾ മുഴുവൻ ബാഷ്പമായി മാറുമായിരുന്നു. പിന്നീട് തിരിച്ചുപിടിക്കാനാവാത്ത നിരവധി രാസപ്രക്രിയകൾ ആരംഭിച്ചേനെ. ഇന്ന് നാം കാണുന്ന ഈ നീല പച്ച ഭൂമി ഒരിക്കലും രൂപപ്പെടുകയേയില്ലായിരുന്നു. അതിനു പകരം നമ്മുടെ ഗ്രഹം ഇന്ന് വീനസിനെ പോലെ വിഷവാതകങ്ങളാൽ നിറഞ്ഞ മഞ്ഞ നിറത്തിലുള്ള അതിതീവ്രമായ ചൂടുള്ള ഒരു നരകമായി മാറിയേനെ. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ നിലനിൽപ്പിന് കാരണമായത് ഒരർത്ഥത്തിൽ മങ്ങിയ യുവസൂര്യൻ തന്നെയാണ് എന്ന് വ്യക്തമായി പറയാം. എന്നാൽ ഈ കഥയിൽ ഇതുവരെ പറയാത്ത മറ്റൊരു രഹസ്യമുണ്ട്. ഭൂമിയുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രഹം മുഴുവനും ഏതാണ്ട് മരവിച്ചു പോയിരുന്നു. സാധാരണ ഹിമയുഗങ്ങളെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഹിമയുഗങ്ങളിലും ഭൂമിയിലെ പല പ്രദേശങ്ങളിലും മിതമായ കാലാവസ്ഥ നിലനിന്നിരുന്നു. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് അതല്ല. ഭൂമിയെ ഒരു ഭീമൻ മഞ്ഞുപന്താക്കി മാറ്റിയ സംഭവത്തെക്കുറിച്ചാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പോലും കട്ടിയുള്ള ഐസ് പാളികളാൽ മൂടപ്പെട്ടിരുന്ന, ഭൂമധ്യയ്ക്ക് സമീപത്ത് പോലും മഞ്ഞ് വ്യാപിച്ചിരുന്ന ആ ആശയത്തെയാണ് ശാസ്ത്രലോകം സ്നോബോൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഭൂമി മുഴുവൻ എങ്ങനെ മരവിച്ചുപോയി? ഇത് എപ്പോഴാണ് സംഭവിച്ചത്? അവസാനം നമ്മുടെ ഭൂമി എങ്ങനെ വീണ്ടും ഉരുകി? ഈ 3 ചോദ്യങ്ങൾക്കും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഉത്തരങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഭൂമി എങ്ങനെ മരവിച്ചു? വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ഇതിപ്പോഴും ഒരു സിദ്ധാന്തം മാത്രമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രജ്ഞരുമുണ്ട്, സംശയത്തോടെ കാണുന്നവരുമുണ്ട്. എന്നിരുന്നാലും വർഷങ്ങളായി നടന്ന വിവിധ ഭൂമിശാസ്ത്ര കണ്ടെത്തലുകൾ ഈ ആശയത്തിന് ശക്തമായ പിന്തുണ നൽകുന്നു. ഭൂമി ഒരിക്കൽ പൂർണ്ണമായും മഞ്ഞാൽ മൂടപ്പെട്ടിരുന്നു എന്ന സൂചന ആദ്യമായി ലഭിക്കുന്നത് 1871 അന്ന് സ്കോട്ട്ലൻഡിൽ ഹിമാനികൾ രൂപപ്പെടുത്തിയതാണ് എന്ന് വ്യക്തമായ അതിപുരാതന ശിലാനിക്ഷേപങ്ങൾ കണ്ടെത്തി. തുടർന്ന് സമാനമായ കണ്ടെത്തലുകൾ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും നോർവേയിലും പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ അന്നത്തെ ശാസ്ത്രജ്ഞർക്ക് ഈ കണ്ടെത്തലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവ വെറും പ്രാദേശിക ഹിമാനികളുടെ അവശിഷ്ടങ്ങളാണ് എന്നാണ് അവർ കരുതിയത്. യഥാർത്ഥത്തിൽ
അവ ഭൂമിയുടെ ചരിത്രത്തിൽ നടന്ന ഒരു ആഗോള ദുരന്തത്തിൻ്റെ തെളിവുകളാണ് എന്ന് അന്നും ആരും മനസ്സിലാക്കിയിരുന്നതേയില്ല. അതിനൊരു പ്രധാന കാരണം കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഭൂഖണ്ഡങ്ങൾ നിരന്തരം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഭൂഖണ്ഡ ചലന സിദ്ധാന്തം ശാസ്ത്രലോകം അതുവരെ അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഭൂഖണ്ഡങ്ങൾ വളരെ പതുക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ നീങ്ങുന്നുണ്ട് എന്ന് തെളിഞ്ഞു. അപ്പോഴാണ് ശാസ്ത്രജ്ഞർ ഒരു അത്ഭുതകരമായ കാര്യം തിരിച്ചറിയുന്നത്. ഹിമാനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ എല്ലാ പ്രദേശങ്ങളും അവ രൂപപ്പെട്ട കാലത്ത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളോ ഭൂമധ്യരേഖയിലോ ആയിരുന്നു. അതായത് ഇന്ന് ഏറ്റവും ചൂടുള്ള പ്രദേശങ്ങളായി അറിയപ്പെടുന്ന സ്ഥലങ്ങൾ പോലും ഒരു കാലത്ത് മഞ്ഞാൽ മൂടപ്പെട്ട് കിടന്നിരുന്നു. ഇത് വലിയൊരു ഞെട്ടൽ തന്നെയായിരുന്നു. തുടർന്ന് ശാസ്ത്രജ്ഞർ വിവിധ കണക്കുകൂട്ടലുകൾ ആരംഭിച്ചു. അന്നത്തെ താപനില എത്രത്തോളം താഴ്ന്നിരിക്കാമെന്ന് അവർ വിലയിരുത്താൻ ശ്രമിച്ചു. വിവിധ പഠനങ്ങൾ വ്യത്യസ്ത കണക്കുകൂട്ടലുകൾ നൽകി. എങ്കിലും ചില മോഡലുകൾ പ്രകാരം ഭൂമധ്യരേഖയ്ക്ക് സമീപത്ത് പോലും താപനില -50 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നിരിക്കാമെന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ധ്രുവപ്രദേശങ്ങളിലെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. ഇങ്ങനെ വർഷങ്ങളോളമുള്ള പഠനങ്ങൾക്കൊടുവിൽ ഈ ആശയം ക്രമേണ വികസിച്ച് സ്നോബോൾ എർത്ത് എന്ന സിദ്ധാന്തമായി മാറി. 1992 ജോസഫ് എൽ ക്രിസ്മിക് ഈ ആശയം കൂടുതൽ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചു. അതോടെ ലോകമെമ്പാടുമുള്ള കൂടുതൽ ശാസ്ത്രജ്ഞർ ഈ വിഷയത്തിൽ ഗവേഷണം നടത്താൻ ആരംഭിച്ചു. കാരണം ഇത് ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നാകാമെന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നീട് നടത്തിയ പഠനങ്ങളിൽ നിന്നും ഭൂമി ഇതുപോലെ മഞ്ഞുകട്ടയായി മാറിയത് ഒരു തവണയല്ല, പല തവണ സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കി. ഏകദേശം 2.4 മുതൽ 2.1 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പാലിയോ പ്രൊട്ടറോസോയിക് കാലഘട്ടത്തിൽ നടന്ന ഹ്യൂറോണിയൻ ഹിമവൽക്കരണം ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വ്യാപകവുമായ ഹിമവൽക്കരണങ്ങളിൽ ഒന്നായിരുന്നു. അതിനുശേഷം നിയോ പ്രൊട്ടറോസോയിക് കാലഘട്ടത്തിൽ വീണ്ടും വലിയ ഹിമവൽക്കരണങ്ങളുണ്ടായി. ഏകദേശം 717 മുതൽ 660 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സ്റ്റാർട്ടിയൻ ഹിമവൽക്കരണം, അതിന് ഏകദേശം 10 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം 650 മുതൽ 635 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറിഞ്ഞോവൻ ഹിമവൽക്കരണം. ഈ ഹിമവൽക്കരണങ്ങളുടെ കാലം കൃത്യമായി കണക്കാക്കുന്നത് താരതമ്യേന എളുപ്പമായിരുന്നു. എന്നാൽ അവയ്ക്ക് കാരണമായ യഥാർത്ഥ പ്രക്രിയ കണ്ടെത്തുക അതീവ പ്രയാസകരമായിരുന്നു. കാരണം ഒരിക്കൽ ചൂടുള്ള കാലാവസ്ഥയുള്ള ഒരു ഗ്രഹം പെട്ടെന്ന് ഏതാണ്ട് പൂർണ്ണമായും മഞ്ഞാൽ മൂടപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുക അത്ര എളുപ്പമല്ല. അതിനായി പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വന്നു. അവയിൽ ഏറ്റവും വലിയ ഒരു സിദ്ധാന്തമായിരുന്നു ഒരു വമ്പൻ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് വളരെ അധികം മാറിയിരിക്കാം എന്ന ആശയം. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഹിമവൽക്കരണത്തിന് ഇത് കാരണമായേനെ. അത്തരമൊരു സാഹചര്യത്തിൽ ഭൂമിയുടെ വലിയൊരു ഭാഗത്ത് സൂര്യപ്രകാശം വളരെയേറെ കുറഞ്ഞുപോയേനെ. ലഭിച്ച പ്രകാശത്തിൻ്റെ വലിയൊരു വിഹിതവും ഭൂമി ചൂടാകാതെ വശങ്ങളിലൂടെ കടന്നു പോകുമായിരുന്നു. ഇതിൻ്റെ ഫലമായി ജലചക്രം ഗുരുതരമായി തകരുകയും ആഗോളതലത്തിൽ തണുപ്പ് വർദ്ധിക്കുകയും ചെയ്തേനെ. ആദ്യ നോട്ടത്തിൽ ഇത് അസാധ്യമായി തോന്നാം. കാരണം ഭൂമി സൂര്യനിൽ നിന്നും ഒരേ അകലത്തിലായിരിക്കുമ്പോൾ അച്ചുതണ്ടിൻ്റെ ചരിവ് മാത്രം ഇത്ര വലിയ മാറ്റമുണ്ടാകുമോ എന്ന സംശയം സ്വാഭാവികമാണ്. എന്നാൽ ചില ഗ്രഹശാസ്ത്ര മോഡലുകൾ പ്രകാരം ഇത്തരം സാഹചര്യം സൈദ്ധാന്തികപരമായി സാധ്യമാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഭൂമിയുടെ കാര്യത്തിൽ ഈ സിദ്ധാന്തത്തിന് വലിയ ദൗർബല്യമുണ്ട്. ഇത്ര വലിയ കൂട്ടിയിടി നടന്നിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭീമാകാരമായ ഒരു ഗർത്തത്തിൻ്റെ തെളിവുകൾ ഇന്നും ഭൂമിയിൽ കാണേണ്ടതാണ്. അത്തരമൊരു തെളിവും ഇതുവരെ കണ്ടെത്തിയിട്ടേയില്ല. ഇതുപോലെ ഈ സിദ്ധാന്തം ഭൂമിയിൽ ഒന്നിലധികം തവണ നടന്ന ഹിമവൽക്കരണങ്ങളെ വിശദീകരിക്കുവാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് വളരെ സാധ്യത കുറഞ്ഞ ഒരു വിശദീകരണമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ സിദ്ധാന്തം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കാലത്ത് നമ്മുടെ സൗരയൂഥം ഒരു ഭീമൻ അന്തർനക്ഷത്ര ധൂളി മേഖലയിലൂടെ കടന്നു പോയിരിക്കാം. സൂപ്പർനോവ സ്ഫോടനത്തിന് ശേഷം ബഹിരാകാശത്ത് വ്യാപിച്ചു കിടന്ന പൊടി, കാർബൺ കണങ്ങൾ, മറ്റ് സൂക്ഷ്മ പദാർത്ഥങ്ങൾ എന്നിവ ചേർന്നുണ്ടാകുന്ന അത്തരം മേഘങ്ങൾ പ്രപഞ്ചത്തിൽ അപൂർവമല്ല. അത്തരമൊരു മേഘത്തിലൂടെ സൗരയൂഥം സഞ്ചരിച്ചിരുന്നുവെങ്കിൽ ആ പൊടികണങ്ങൾ ഭൂമിയുടെ മുകളിലെ അന്തരീക്ഷത്തിൽ അടഞ്ഞുകൂടിയിരിക്കാമെന്നും ഈ സിദ്ധാന്തം പറയുന്നു. അതിൻ്റെ ഫലമായി ഭൂമിയുടെ പ്രതിഫലന ശേഷി വർദ്ധിച്ചേനെ. അങ്ങനെ സംഭവിച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ വലിയൊരു ഭാഗവും ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്നതിന് മുൻപേ തന്നെ അന്തരീക്ഷത്തിൽ ചിതറിപ്പോവുകയോ തിരിച്ച് പ്രതിഫലിക്കുകയോ ചെയ്തേനെ. ഇതിൻ്റെ ഫലമായി ഗ്രഹത്തിൻ്റെ ഉപരിതലം ക്രമേണ തണുക്കാൻ തുടങ്ങുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അസാധാരണമായ എന്തോ ഒന്നാണ് എന്ന് തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ സൂപ്പർനോവ സ്ഫോടനങ്ങൾക്ക് ശേഷം
ഇത്തരമൊരു ഭീമൻ ധൂളിമേഘങ്ങൾ രൂപപ്പെടാറുണ്ട്. അവയ്ക്ക് ചിലപ്പോൾ മുഴുവൻ സൗരയൂഥത്തെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന അത്ര വലിയ വലിപ്പമുണ്ടാകാം. ഈ സിദ്ധാന്തമനുസരിച്ച് ഇത്തരമൊരു മേഘം പൂർണ്ണമായും കടന്നുപോകുവാൻ ഏകദേശം 5 ലക്ഷം വർഷം വരെ എടുത്തിരിക്കാം. എന്നാൽ അതിലും ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഭൂമിയുടെ ചരിത്രത്തിൽ 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നടന്ന ഹിമാന്യവൽക്കരണങ്ങളെ ഈ സിദ്ധാന്തം വിശദീകരിക്കുവാൻ കഴിയില്ല. അതുപോലെ അന്യഗ്രഹ മൂലകങ്ങളുടെ സാന്നിധ്യം ഭൂമിയിലെ ശിലകളിൽ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുമില്ല. അതിനാൽ ഈ സിദ്ധാന്തത്തിനും ശക്തമായ തെളിവുകളുടെ പിന്തുണ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും വിശ്വസനീയമായ വിശദീകരണം ഏതാണ്? വീണ്ടും ഒരിക്കൽ കൂടി ഉത്തരം അത് തന്നെയാണ്, ഹരിതഗ്രഹ പ്രവാഹം. അതെ, ഈ തവണ അത് ഭൂമിയെ ചൂടാക്കാനല്ല, മറിച്ച് മരവിപ്പിക്കാനാണ് കാരണമായത് എന്നാണ് ചില ശാസ്ത്രജ്ഞരുടെ നിഗമനം. ആദ്യ നോട്ടത്തിൽ ഇത് പരസ്പര വിരുദ്ധമായി തോന്നാം. എന്നാൽ അതിൻ്റെ പിന്നിലെ പ്രക്രിയ വളരെ യുക്തിസഹമാണ്. അവസാന നിയോ പ്രെറ്ററോസോയിക് ഹിമാന്യവൽക്കരണത്തെ ഉദാഹരണമാക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അക്കാലത്ത് ഭൂഖണ്ഡങ്ങളുടെ ക്രമീകരണം ഇന്നുള്ളതിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. പുരാതന സൂപ്പർ ഭൂഖണ്ഡമായ റൊഡിന അന്നേക്ക് തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ശിഥിലീകരണത്തോടൊപ്പം തന്നെ അതിശക്തമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും നടന്നു. വിപുലമായ അഗ്നിപർവ്വത നിരകൾ രൂപപ്പെടുകയും ചെയ്തു. അന്തരീക്ഷത്തിലേക്ക് വൻതോതിൽ ചാരവും വിവിധ വാതകങ്ങളും പുറന്തള്ളപ്പെട്ടു. അതിൻ്റെ ഫലമായി അന്തരീക്ഷം സൂര്യപ്രകാശത്തെ കടത്തിവിടാതെയായി. ഇതൊരുതരം സ്വാഭാവിക ന്യൂക്ലിയർ ശൈത്യകാലം പോലുള്ള സാഹചര്യം തന്നെ സൃഷ്ടിച്ചു. വളരെ ദീർഘകാലം ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില 0-നും താഴെയായി തുടർന്നു. ഓർക്കുക, അന്നത്തെ സൂര്യൻ ഇന്നത്തേതിനേക്കാൾ മങ്ങിയതായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു തണുപ്പ് പോലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ മതിയായിരുന്നു. പിന്നീട് അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കുറഞ്ഞു. അന്തരീക്ഷം ക്രമേണ തെളിഞ്ഞു തുടങ്ങി. സാധാരണ സാഹചര്യങ്ങളിൽ അപ്പോൾ ഭൂമി വീണ്ടും ചൂടാകേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. കാരണം അതിനോടകം മറ്റൊരു ശക്തമായ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഭൂമിയുടെ വലിയൊരു ഭാഗം മഞ്ഞാൽ മൂടപ്പെട്ടിരുന്നു. മഞ്ഞിൻ്റെയും ഐസിൻ്റെയും നിറം വെളുപ്പായതിനാൽ അവ സൂര്യപ്രകാശത്തിൻ്റെ വലിയൊരു ഭാഗം പ്രതിഫലിപ്പിച്ചു. അതായത് ആൽബിഡോ വൻതോതിൽ വർദ്ധിച്ചു. അതോടൊപ്പം അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവും കുറഞ്ഞുകൊണ്ടേയിരുന്നു. ചൂട് കുറയുന്നതിനനുസരിച്ച് കൂടുതൽ മഞ്ഞ് രൂപപ്പെട്ടു. കൂടുതൽ മഞ്ഞ് രൂപപ്പെട്ടതോടെ കൂടുതൽ സൂര്യപ്രകാശം തിരികെ പോയി. അതോടെ വീണ്ടും താപനില കുറഞ്ഞു. അത് ചെയിൻ റിയാക്ഷനായി മാറി. ക്രമം ഇങ്ങനെയായിരുന്നു: ഹരിതഗ്രഹ വാതകങ്ങൾ കുറഞ്ഞു, താപനില താഴ്ന്നു, കൂടുതൽ ഐസ് രൂപപ്പെട്ടു, ആൽബിഡോ വർദ്ധിച്ചു, കൂടുതൽ സൂര്യപ്രകാശം തിരികെ പോയി, വീണ്ടും താപനില കുറഞ്ഞു, വീണ്ടും കൂടുതൽ ഐസ് രൂപപ്പെട്ടു. അങ്ങനെ ഈ ചക്രം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടമെത്തിയപ്പോൾ ഭൂമി അതിവേഗതയിൽ മുഴുവൻ മഞ്ഞാൽ മൂടപ്പെട്ടു. ലക്ഷക്കണക്കിന് വർഷങ്ങളോളം നമ്മുടെ ഗ്രഹം അനന്തമായ മഞ്ഞുമൂടിയ ഒരു ലോകമായി മാറി. അതിനിടയിലും പർവ്വതങ്ങൾ നിലനിന്നിരുന്നു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവയെല്ലാം കട്ടിയുള്ള മഞ്ഞുപാളികൾക്കിടയിൽ കുടുങ്ങിപ്പോയിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും ഭൂമി ഒരിക്കലും രക്ഷപ്പെടാനാകില്ല എന്ന് തോന്നിക്കുന്ന വണ്ണം. പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പോൾ ഏറ്റവും നിർണായകമായ ചോദ്യം ഇതാണ്: ഭൂമി ആ മഞ്ഞിൻ്റെ കെണിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്നോബോൾ എർത്ത് സിദ്ധാന്തത്തെ എതിർക്കുന്ന ശാസ്ത്രജ്ഞരുടെ പ്രധാന വാദം ഇത് തന്നെയായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ ഒരിക്കൽ ഭൂമി ഇത്രയും വലിയ തോതിൽ മഞ്ഞിൽ മൂടപ്പെട്ടാൽ പിന്നീടത് വീണ്ടും ഉരുകുക എന്നത് അസാധ്യമാണ്. കാരണം മഞ്ഞ് സൂര്യപ്രകാശത്തെ തിരിച്ചയക്കും. അതുവഴി ഗ്രഹം വീണ്ടും വീണ്ടും കൂടുതൽ തണുക്കും. അതിനാൽ ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കുവാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ പിന്നീട് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച നിരവധി കമ്പ്യൂട്ടർ മോഡലുകൾ മറ്റൊരു ചിത്രം നമുക്ക് കാണിച്ചു തന്നു. ഭൂമിക്ക് സ്വന്തം ശക്തിയാൽ തന്നെ ഈ മഞ്ഞിൻ്റെ കെണിയിൽ നിന്നും പുറത്തു വരുവാൻ കഴിയും എന്ന് അത് തെളിയിച്ചു. അതിൻ്റെ പിന്നിലെ പ്രവർത്തന രീതിയും അതിശയകരമാണ്. ഭൂമി കൂടുതൽ മഞ്ഞിൽ മൂടപ്പെട്ടപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുന്ന സ്വാഭാവിക പ്രക്രിയകൾ വളരെ മന്ദഗതിയിലായി. എന്നാൽ അതേസമയം ഭൂമിയുടെ ആന്തരിക പ്രവർത്തനങ്ങൾ ഒരിക്കലും നിർത്തിയിരുന്നില്ല. ടെക്ടോണിക് പ്ലേറ്റുകൾ ഇപ്പോഴും നീങ്ങിക്കൊണ്ടേയിരുന്നു. അഗ്നിപർവ്വതങ്ങൾ ഇപ്പോഴും സജീവമായിരുന്നു. അവ തുടർച്ചയായി അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിട്ടുകൊണ്ടിരുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വലിയൊരു ഭാഗം മഴയിലൂടെ രാസപ്രവർത്തനങ്ങളിലൂടെയും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. പക്ഷേ ഭൂമി മുഴുവൻ മഞ്ഞുകട്ടയായി മാറിയ സമയത്ത് ഈ പ്രക്രിയകൾ മിക്കവാറും നിലച്ചു പോയിരുന്നു. അതിനാൽ അഗ്നിപർവ്വതങ്ങൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങി. ക്രമേണ അതിൻ്റെ അളവ് അതീവ ഉയർന്ന നിലയിലെത്തി.
അവസാനം അത്രയും ശക്തമായ ഹരിതഗ്രഹ പ്രവാഹം രൂപപ്പെട്ടു. മഞ്ഞുപാളികൾ പതിയെ ഉരുകാൻ തുടങ്ങി. മഞ്ഞുരുകിയതോടെ ഭൂമിയുടെ പ്രതിഫലന ശേഷി ആൽബിഡോ കുറഞ്ഞു. കൂടുതൽ സൂര്യപ്രകാശം ഭൂമിയുടെ ഉപരിതലത്തിൽ എത്താൻ തുടങ്ങി. അതോടെ കൂടുതലായി മഞ്ഞുരുകാൻ തുടങ്ങി. വീണ്ടും കൂടുതൽ സൂര്യപ്രകാശം ആഗിരണം ചെയ്യപ്പെട്ടു. ഇത് മറ്റൊരു ചെയിൻ റിയാക്ഷനായി മാറി. പക്ഷേ ഇത്തവണ ദിശ വിപരീതമായിരുന്നു. മഞ്ഞുരുകി, ആൽബിഡോ കുറഞ്ഞു, ചൂട് വർദ്ധിച്ചു, വീണ്ടും കൂടുതൽ മഞ്ഞുരുകി. അങ്ങനെ ഒടുവിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഭൂമി വീണ്ടും ഇന്നത്തേതുപോലെ നീല പച്ച ലോകമായി മാറി. എന്നാൽ ഈ കഥയ്ക്ക് മറ്റൊരു കൗതുകകരമായ പതിപ്പുമുണ്ട്. ചില ഗവേഷകർ പറയുന്നത് അവസാന മഹാഹിമാന്യവൽക്കരണത്തിൽ നിന്നും ഭൂമിയെ രക്ഷിച്ചത് ഒരു ചിഹ്നഗ്രഹമായിരിക്കാം എന്നാണ്. ആധുനിക ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് പതിച്ച ഒരു വലിയ ചിഹ്നഗ്രഹത്തിൻ്റെ ആഘാതം ആഗോള കാലാവസ്ഥാ വ്യവസ്ഥിതിയെ തന്നെ മാറ്റിമറിച്ചു. ഈ കൂട്ടിയിടി അന്തരീക്ഷത്തിലും സമുദ്രങ്ങളിലും വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിച്ചു. അതുവഴി ഹിമാന്യവൽക്കരണത്തിൻ്റെ ശൃംഖല തകരുവാൻ കാരണമായിരിക്കാമെന്നും ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. എന്നാൽ ഈ ആശയത്തിന് ഇതുവരെ ഉറച്ച തെളിവുകൾ ലഭിച്ചിട്ടേയില്ല. ശരി, ഭൂമി എന്തുകൊണ്ട് മരവിച്ചു എന്നും പിന്നീട് എങ്ങനെ ഉരുകിയെന്നും ഇപ്പോൾ ഏകദേശ ധാരണയുണ്ട്. പക്ഷേ ഇതിന് മറ്റൊരു അസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യം ബാക്കിയുണ്ട്. ഈ പ്രക്രിയ ഒരിക്കൽ നടന്നെങ്കിൽ അത് വീണ്ടും സംഭവിക്കുമോ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. വലിയ അഗ്നിപർവ്വതങ്ങൾ മഞ്ഞാൽ മൂടപ്പെടുന്നു. ഇന്ത്യ, തായ്ലാൻഡ്, ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ആഫ്രിക്ക എന്നീ പ്രദേശങ്ങളിലെ നഗരങ്ങളെല്ലാം ഐസ് മരുഭൂമികളായി മാറുന്നു. മനുഷ്യരാശിയുടെ അവസാന തലമുറകൾ അവരുടെ പൂർവികർ ഒരിക്കൽ ചൂടുള്ള ഒരു ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന കഥകൾ മാത്രം കേട്ട് ജീവിക്കുന്നു. അത് വെറും സയൻസ് ഫിക്ഷനാണോ? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണോ? ഇന്ന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഇനി നിലവിലില്ല. അതിന് ഏറ്റവും പ്രധാന കാരണം സൂര്യനാണ്. സൂര്യൻ ഓരോ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുന്തോറും പതിയെ കൂടുതൽ ചൂടും കൂടുതൽ തിളക്കവും നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നതിൻ്റെ പ്രകാശ തീവ്രത പുരാതന കാലത്തേക്കാൾ വളരെ കൂടുതലാണ്. അതിനാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയെ മുഴുവൻ മഞ്ഞാൽ മൂടാൻ കഴിഞ്ഞ അതേ പ്രക്രിയ ഇന്ന് അതേ രീതിയിൽ വീണ്ടും ആവർത്തിക്കപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഭൂമി വീണ്ടും ഒരു സ്നോബോൾ എർത്തായി മാറണമെങ്കിൽ അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കേണ്ടി വരും. ഉദാഹരണത്തിന്, ഭീമാകാരമായ ഒരു ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുക, അല്ലെങ്കിൽ സൗരയൂഥം വീണ്ടും വലിയ അന്തർനക്ഷത്ര ധൂളികൾക്കുള്ളിലൂടെ കടന്നു പോവുക, അല്ലെങ്കിൽ സമീപത്തൂടെ കടന്നു പോകുന്നൊരു ന്യൂട്രോൺ നക്ഷത്രം പോലുള്ള അതിശക്തമായ ജ്യോതിശാസ്ത്ര സംഭവം ഭൂമിയുടെ ഭ്രമണപഥത്തെ ബാധിക്കുക. എന്നാൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ജീവിതകാലത്ത് നടക്കാനുള്ള സാധ്യത അത്യന്തം കുറവാണ്. അതിനാൽ ആഗോള ഹിമാന്യവൽക്കരണത്തേക്കാൾ യഥാർത്ഥത്തിൽ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ആഗോള താപനമാണ്. മനുഷ്യരാശി ഇപ്പോഴത്തെ രീതിയിൽ തന്നെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭൂമി ഒരു മഞ്ഞുപന്താകുന്നതിനേക്കാൾ പതിയെ ശുക്രനെ പോലെ ഒരു അതിതാപ ഗ്രഹമായി മാറാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് നിരവധി ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഈ കഥയിലെ ഏറ്റവും അത്ഭുതകരമായ ഭാഗം ഇനിയും ബാക്കിയാണ്. കാരണം ഭൂമിയുടെ ഈ മഹാഹിമാന്യവൽക്കരണം ഒരു ദുരന്തം മാത്രമായിരുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം നിലനിൽപ്പിന് വഴിയൊരുക്കിയ സംഭവവും ഇത് തന്നെയായിരിക്കാം. ഒരു ആഗോള ഹിമാന്യവൽക്കരണത്തെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു മഹാദുരന്തമായി മാത്രം കാണുന്നത്? ആദ്യ നോട്ടത്തിൽ നോക്കുമ്പോൾ അത്തരമൊരു സംഭവം ഭൂമിയിലെ ഭൂരിഭാഗം ജീവജാലങ്ങളെയും നശിപ്പിക്കുമെന്നാണ് സ്വാഭാവികമായി തോന്നുക. അതെ, അതിൽ വലിയൊരു സത്യവുമുണ്ട്. എന്നാൽ അതേസമയം മറ്റൊരു അതിശയകരമായ സാധ്യതയും ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നു. നമുക്കറിയാവുന്ന സങ്കീർണമായ ജീവന്റെ ഉദയത്തിന് വഴിയൊരുക്കിയത് ഒരു മഹാഹിമാന്യവൽക്കരണമായിരിക്കാം. അതായത് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളടക്കമുള്ള എല്ലാ സങ്കീർണ ജീവജാലങ്ങളുടെയും ചരിത്രത്തിൽ ഈ ദുരന്തം നിർണായകമായൊരു വഴിത്തിരിവായിരിക്കാം. പല ശാസ്ത്രജ്ഞരും ഇന്ന് ഈ സാധ്യത ഗൗരവമായി പരിഗണിക്കുന്നു. അവിടെയാണ് ഭൂമിയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ മഹാരഹസ്യം ആരംഭിക്കുന്നത്. ഏകദേശം 538 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ജീവനെക്കുറിച്ച് നമുക്ക് എന്തറിയാം? സത്യത്തിൽ ഏതാണ്ട് ഒന്നും തന്നെയില്ല. അതിനു മുൻപ് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷേ അവ കൂടുതലും വളരെ ലളിതമായ ഏകകോശ ജീവികളായിരുന്നു. അവയുടെ ഫോസിലുകൾ വളരെ വിരളമായതിനാൽ അവയെക്കുറിച്ചുള്ള വിവരങ്ങളും വളരെ കുറവാണ്. എന്നാൽ ഏകദേശം 538 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ എന്തോ അസാധാരണമായൊരു സംഭവം നടന്നു.
ശാസ്ത്രജ്ഞർ അതിനെ സങ്കീർണ ജീവന്റെ പെട്ടെന്നുള്ള വികിരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇന്ന് കണ്ടെത്തിയിട്ടുള്ള സങ്കീർണ ജീവികളുടെ ഫോസിലുകളുടെ ഭൂരിഭാഗവും ഈ കാലഘട്ടം മുതലുള്ളതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. 538 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവനുണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷേ ഏകകോശ ജീവികളെക്കാൾ സങ്കീർണമായ ജീവികളുടെ വ്യത്യസ്തമായ ഫോസിൽ തെളിവുകൾ കൂടുതലും ഈ കാലഘട്ടം മുതലാണ് ആരംഭിക്കുന്നത്. ഒരു നിമിഷം മുൻപ് ജീവൻ വളരെ ലളിതമായിരുന്നു എന്ന് തോന്നുമ്പോൾ അടുത്ത നിമിഷം അത്ഭുതകരമായ വൈവിധ്യത്തോടെ അത് പൊട്ടിത്തെറിച്ചു എന്ന പ്രതീതി ലഭിക്കുന്നു. ഈ അസാധാരണ സംഭവത്തെയാണ് കേംബ്രിയൻ വിസ്ഫോടനം എന്ന് വിളിക്കുന്നത്. ഈ പ്രതിഭാസം ചാൾസ് ഡാർവിനെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് അദ്ദേഹം ഇതിനെ തൻ്റെ പരിണാമ സിദ്ധാന്തവുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുത എന്ന് തന്നെ വിശേഷിപ്പിച്ചു. കാരണം പരിണാമം സാധാരണയായി വളരെ പതിയെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇതിനേക്കാൾ വലിയ വേഗതയിലായിരുന്നു. ആരെങ്കിലും ഒരു മാന്ത്രിക വടി വീശി ഇനി ജീവൻ അതിവേഗം വൈവിധ്യപ്പെടട്ടെ എന്ന് ഉത്തരവിട്ടതുപോലെയായിരുന്നു ഇത് സംഭവിച്ചത്. ഭൂമിയുടെ മുൻകാല ചരിത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മാറ്റത്തിൻ്റെ വേഗത ശരിക്കും ഒരു സ്ഫോടനത്തോട് ഉപമിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ കേംബ്രിയൻ സ്ഫോടനം എന്ന് പേര് ലഭിച്ചത്. ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? ഈ ചോദ്യം വർഷങ്ങളോളം ശാസ്ത്രജ്ഞരെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഉത്തരം എവിടെ നിന്ന് അന്വേഷിക്കണമെന്ന് പോലും പലർക്കും അറിവില്ലായിരുന്നു. എങ്കിലും കാലക്രമേണ നിരവധി ഗവേഷകർ ചില സാധ്യതകൾ മുന്നോട്ട് വെച്ചു. അവരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് ക്രിക്ക്. DNA ഘടന കണ്ടെത്തിയതിന് നോബൽ പ്രൈസ് നേടിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ. തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വളരെ രസകരമായൊരു ആശയം അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏകകോശ ജീവന്റെ ഉദയം അത്ര സങ്കീർണമായ കാര്യമല്ല. പുരാതന ഭൂമിയിലെ സാഹചര്യങ്ങൾ അതിന് അനുയോജ്യമായിരുന്നു. എന്നാൽ ബഹുകോശ ജീവന്റെ ഉദയം അത്ര ലളിതമായ കാര്യവുമല്ല. പരിണാമം എന്തുകൊണ്ടാണ് പെട്ടെന്ന് കോശങ്ങൾ ചേർന്ന് അവയവങ്ങളും കലകളും ശരീരഘടനകളും രൂപപ്പെടുത്തുന്ന ഇത്ര സങ്കീർണമായ വഴിയിലേക്ക് തിരിഞ്ഞത്? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല എന്ന് ക്രിക്ക് സമ്മതിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഒരു സാധ്യത മുന്നോട്ട് വെച്ചു. ഒരുപക്ഷേ ഒരു ആഗോള പരിസ്ഥിതി ദുരന്തം തന്നെയായിരിക്കാം ഇതിന് കാരണം. അത്തരം ഒരു ദുരന്തത്തെ അതിജീവിക്കുവാൻ ജീവൻ സ്വയം കൂടുതൽ കാര്യക്ഷമമാവുകയും കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യേണ്ടി വന്നിരിക്കാം. ഈ ആശയത്തിൽ നോക്കുമ്പോൾ സ്നോബോൾ എർത്തുന്ന മഹാഹിമാനീവൽക്കരണം വളരെ ശക്തമായൊരു സ്ഥാനാർത്ഥിയായി തന്നെ മാറുന്നു. ആദ്യകാലത്ത് ഈ ആശയം ശാസ്ത്രലോകം വളരെ സൂക്ഷ്മതയോടെയാണ് സമീപിച്ചത്. എന്നാൽ പിന്നീട് ലഭിച്ച ചില പുതിയ പഠനങ്ങൾ ഈ സാധ്യതയെ കൂടുതൽ ശക്തമാക്കി. 2021 നവംബറിൽ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ ഗവേഷകർ പ്രസിദ്ധീകരിച്ച ഒരു പഠനം സ്നോബോൾ എർത്ത് സിദ്ധാന്തത്തെയും ബഹുകോശ ജീവന്റെ ഉദയത്തെയും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ആശയം തന്നെ മുന്നോട്ട് വെച്ചു. അവർ നിർദ്ദേശിച്ച വിശദീകരണം അതീവ കൗതുകകരമായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ ഗവേഷകർ മുന്നോട്ട് വെച്ച വിശദീകരണം ഇങ്ങനെയാണ്: സ്നോബോൾ എർത്ത് കാലഘട്ടത്തിൽ ജീവൻ നേരിട്ട വെല്ലുവിളികൾ മുമ്പെങ്ങുമില്ലാത്ത വിധം അതികഠിനമായിരുന്നു. ആദിമ ഏകകോശ പ്രോകാരിയോട്ടുകൾക്ക് 2 പ്രധാന പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഒന്നാമത്തേത് അതിശൈത്യമായ ജലം. തണുത്ത അന്തരീക്ഷം കോശങ്ങളുടെ ഉപചാപ പ്രവർത്തനങ്ങളെ ഗണ്യമായി മന്ദഗതിയിലാക്കി. അതോടൊപ്പം സിലിയയും ഫ്ലാജെല്ലയും പോലുള്ള ഘടനകൾ ഉപയോഗിച്ച് സഞ്ചരിക്കാനുള്ള അവയുടെ കഴിവും കുറയുവാൻ തുടങ്ങി. ജലത്തിൻ്റെ വിസ്കോസിറ്റിയും ലവണാംശവും വർദ്ധിച്ചതും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കാം. രണ്ടാമത്തെ വെല്ലുവിളി പരിസ്ഥിതിയിൽ ഉണ്ടായ വൻതോതിലുള്ള രാസമാറ്റങ്ങളായിരുന്നു. സമുദ്രജലത്തിലെ കാർബണേറ്റുകൾ സാന്ദ്രത വർദ്ധിച്ചതോടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ നേരിട്ട് ബാധിക്കുന്ന നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം. ഈ മാറ്റങ്ങൾക്ക് 3 പ്രധാന ഫലങ്ങൾ വഴിവെച്ചതായി ഗവേഷകർ പറയുന്നു. ആദ്യത്തെ ഫലം വൻതോതിലുള്ള വംശനാശം. അനേകം ഏകകോശ ജീവികൾ ഈ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാതെ തന്നെ ഇല്ലാതെയായിപ്പോയി. അതിൻ്റെ ഫലമായി നിരവധി പരിസ്ഥിതിക ഇടങ്ങൾ ഒഴിഞ്ഞുകിടന്നു. ഈ ഒഴിഞ്ഞ ഇടങ്ങൾ പുതിയ രീതിയിൽ പരിണമിക്കുന്ന ജീവികൾക്ക് അവസരമായി. രണ്ടാമത്തെ ഫലം സഹജീവിതത്തിൻ്റെ തുടക്കം. ഒരു ഏകകോശ ജീവി മറ്റൊരു ഏകകോശ ജീവിയെ വിഴുങ്ങി. പക്ഷേ പതിവ് പോലെ അതിനെ ദഹിപ്പിച്ചില്ല. പകരം വിഴുങ്ങപ്പെട്ട കോശം അതിൻ്റെ ഉള്ളിൽ ജീവനോടെ വളരാൻ തുടങ്ങി. ആദ്യത്തേതിൽ ഇത് ഒരുതരം പരാത ജീവിയായി പ്രവർത്തിച്ചിരിക്കാം. എന്നാൽ കാലക്രമേണ ഇരുവരും പരസ്പരം പ്രയോജനകരമായൊരു ബന്ധം വികസിപ്പിച്ചെടുത്തു. അങ്ങനെ ഒരിക്കൽ സ്വതന്ത്ര ജീവിയായിരുന്ന ആ ചെറിയ കോശം പിന്നീട് മറ്റൊരു കോശത്തിൻ്റെ സ്ഥിരം ഘടനയായി മാറി. ഇന്നത്തെ കോശങ്ങളിലുള്ള ഓർഗനല്ലുകൾ ഇത്തരമൊരു പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാകാമെന്ന് ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നു.
മൂന്നാമത്തെ ഫലം കൂടുതൽ സങ്കീർണമായ ഉപാപചയം. തണുത്തതും കട്ടിയേറിയതുമായ ജലത്തിൽ ജീവിക്കുക എന്നത് ഭൗതികമായും രാസപരമായും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ ജീവികൾക്ക് കൂടുതൽ കാര്യക്ഷമമായ ജൈവ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ടി വന്നു. ഈ തുടർച്ചയായ സമ്മർദ്ദങ്ങളാണ് പിന്നീട് കൂടുതൽ സങ്കീർണമായ ജീവികളുടെ പരിണാമത്തിന് വഴിയൊരുക്കിയത് എന്നാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും കേംബ്രിയൻ സ്ഫോടനത്തിന് കാരണം സ്നോബോൾ എർത്ത് മാത്രമാണ് എന്ന് ഇന്നും ആരും ഉറച്ചു പറയുന്നില്ല. ഇതൊരു പ്രധാന അനുമാനം മാത്രമാണ്. അതിനോടൊപ്പം നിരവധി മറ്റ് സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ഉദാഹരണത്തിന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു വേട്ടയാടൽ എന്ന സ്വഭാവത്തിന് ഉദയമാണ് പരിണാമത്തെ അതിജീവിതമാക്കിയത് എന്നാണ്. മറ്റു ചിലർ പരാത ജീവിതത്തിൻ്റെ വ്യാപനമാണ് നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമായത് എന്നും കരുതുന്നു. വേറെ ചില ഗവേഷകർ ലൈംഗിക തെരഞ്ഞെടുപ്പിൻ്റെ ഉദയമാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത് എന്നും പറയുന്നു. അവരുടെ അഭിപ്രായത്തിൽ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പിനേക്കാൾ വേഗതയിൽ പരിണാമത്തെ മുന്നോട്ട് നയിക്കുവാൻ ലൈംഗിക തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു. മറ്റൊരു സിദ്ധാന്തം പറയുന്നത് സമുദ്രത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിച്ചതാണ് ജീവികൾക്ക് ആദ്യമായി കട്ടിയുള്ള അസ്ഥികൂടമായ ഘടനകൾ വികസിപ്പിച്ചെടുക്കുവാൻ സഹായിച്ചത് എന്നാണ്. ചില ഗവേഷകർ അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ജീവന്റെ സങ്കീർണത ഒരു പ്രത്യേക പരിധി കടന്ന നിമിഷം അതിവേഗതയിൽ വൈവിധ്യവൽക്കരണം സ്വാഭാവികമായി ആരംഭിച്ചു എന്നതാണ്. അതിൽ പ്രത്യേകമായ ഒരു ബാഹ്യകാരണം ആവശ്യമായിരുന്നു. അതിനാൽ ഇന്നും ഈ വിഷയത്തിൽ പൂർണ്ണമായ സമവായമില്ല. കേംബ്രിയൻ സ്ഫോടനം നടന്നു എന്നത് ഒരു തർക്കമില്ലാത്ത വസ്തുതയാണ്. എന്നാൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇന്നും അന്തിമമായ ഉത്തരം ലഭിച്ചിട്ടേയില്ല. അതുകൊണ്ട് ഭൂമിയുടെ ചരിത്രത്തിലെ ഈ മൂന്നാമത്തെ മഹാരഹസ്യവും ഇന്നും ഒരു രഹസ്യമായി തന്നെ തുടരുകയാണ്. എന്നാൽ ഈ മൂന്ന് മഹാരഹസ്യങ്ങളും ഒരുമിച്ച് നോക്കുമ്പോൾ അതിശയകരമായൊരു ബന്ധം കണ്ടെത്തുവാൻ സാധിക്കും. ആദ്യം മങ്ങിയ യുവസൂര്യൻ ഉണ്ടായിരുന്നിട്ടും ഭൂമി ചൂടായി തുടർന്നു. അതിനുശേഷം ഭൂമി ഏതാണ്ട് മുഴുവനും മഞ്ഞാൽ മൂടപ്പെട്ടു. പിന്നീട് ഈ ദുരന്തത്തിന് ശേഷമാണ് സങ്കീർണമായ ജീവൻ അതിവേഗം വൈവിധ്യപ്പെട്ടത്. ഈ മൂന്ന് സംഭവങ്ങളും പരസ്പരം ബന്ധമില്ലാത്ത യാദൃശ്ചിക സംഭവങ്ങളാണോ? അല്ലെങ്കിൽ ഒന്നിനു പിന്നാലെ മറ്റൊന്നുണ്ടാകുന്ന ഈ മഹത്തായ പ്രകൃതി ചക്രത്തിൻ്റെ ഭാഗമാണോ? ഇന്നും ശാസ്ത്രലോകം ഈ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ ഇനിയും പൂർണ്ണമായും വെളിപ്പെട്ടിട്ടേയില്ല. അതാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷേ അറിയാനുള്ളത് അതിലും അനന്തമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.